എല്ലാത്തിനോടും റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ജ്യോതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ സൈബർ അറ്റാക്കും റൂമേഴ്സും ഒക്കെ വരുന്നതാണ്. ഈവൻ ഹസ്ബൻഡിനെ പോലും വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിനൊക്കെ ഭയങ്കര റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ വീഡിയോസ് കൂടെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. ഒരിക്കൽ ഞാൻ ലാസ്റ്റ് റിയാക്ട് ചെയ്തത് ഒരു സ്വർണ്ണക്കടത്ത് കേസ് എന്നൊക്കെ പറഞ്ഞു. അതെ, ഹസ്ബൻഡിന്റെ. എൻ്റെ ദൈവമേ, എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളതാണ്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ലതിനും പൊട്ടയ്ക്കാണ്. പക്ഷെ ഒരു കാര്യം പോസ്റ്റ് ചെയ്യണതിന് മുമ്പ് ഒന്ന് റീചെക്ക് ചെയ്യാം, അത് സത്യമാണോ അല്ലയോ എന്നുള്ളൊരു സാധനം. ഞങ്ങൾക്ക് അന്നൊരു വീക്കെൻഡ് ആയിരുന്നു. അന്നൊക്കെ ഫ്രൈഡേ ആണ് അവിടെ അവധി ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് സാറ്റർഡേ സൺഡേ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്രൈഡേ മോർണിംഗ് ഞാൻ രാവിലെ, നമ്മളെപ്പോഴും വീക്കെൻഡ് ആകുമ്പോൾ ലേറ്റ് ആയിട്ട് എഴുന്നേക്കുള്ളൂ. അപ്പം അന്ന് സ്വാഭാവികം ഞാൻ 10 മണിയായപ്പോഴാണ് എഴുന്നേക്കുന്നത്. ആദ്യം ഹസ്ബൻഡ് എഴുന്നേറ്റ് പോയി. അപ്പം ഞാനിങ്ങനെ ഫോൺ തപ്പി എടുത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ മെസ്സേജസ് വന്നിരിക്കുവാണ്. എന്താ സീൻ, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ ജ്യോതി കൃഷ്ണയുടെ ഹസ്ബൻഡ്. അപ്പം ഞാനടുത്ത് ദൈവമേ, ഇങ്ങനെ ഇപ്പം തന്നെ പോയതാണല്ലോ, ഇനി ഇതിൻ്റെ ഇടയിൽ അറസ്റ്റ് ചെയ്തോന്നൊക്കെ ഞാൻ ചാടി എഴുന്നേറ്റ് ചെന്ന് നോക്കിയപ്പോൾ ഇല്ല, ബാത്റൂമിലുണ്ട്. ആദ്യം ഫണ്ണായിരുന്നു, ഞങ്ങൾ ചിരി എന്തുവാടേ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വിളിക്കുമ്പോൾ ഞങ്ങൾ കോമഡി ആയിട്ട് പറയണു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സീൻ മാറാൻ തുടങ്ങി. ഷെയർ ചെയ്യലും മറ്റേതും മറിച്ചതും ചീത്തവിളി തെറി. ലാസ്റ്റ് ആയപ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ് മാറി എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഇനി എന്ത് ചെയ്യും? പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം, അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാനാണെന്ന് അറിയില്ലേ. ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. നേരെ ചെന്നു, ദുബായ് പോലീസിൽ ചെന്നു, അവിടെ കംപ്ലൈന്റ് ചെയ്തു, ഇത് ചെയ്തു. എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാൻ ലൈവ് ഇട്ടുള്ളൂ. ഇത് ചെയ്തു കഴിഞ്ഞു ഇങ്ങനെ പറയാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത്രയും ഗ്യാപ്പ് വന്നില്ലേ സമയം. രാവിലെ ഇത് നടന്നു, വൈകുന്നേരം ഞാൻ ലൈവ് ഇടുമ്പോൾ പറഞ്ഞു അവനെ പോലീസിൽ നിന്ന് ഇറക്കിയിട്ടാണ് ലൈവ് ഇട്ടത്. ഞാനായിട്ട് ഒരു ബന്ധമില്ല. അത് വേറെ ഏതോ ഒരു അരുൺ ആനന്ദ് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ആളിനെ ആയിരുന്നു. അപ്പൊ അരുണിന്റെ പേര് അരുൺ ആനന്ദ് രാജ എന്നാണ്. അവരുടെ ഫാമിലി ഫുള്ള് ഗോൾഡാണ് അവിടെ ആലപ്പുഴയില്. അരുണിന്റെ അമ്മയുടെ ബ്രദേഴ്സിന് ജ്വല്ലറിയാണ്. ഓട്ടനെ കണക്ട് ചെയ്തു. അവർക്ക് അവിടെ ഫോൺ, മാമന്മാർക്ക് എന്താ ഇത്, നിങ്ങളുടെ ഇവിടെ ഇങ്ങനത്തെ സ്വർണ്ണോടെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ പ്രതികരിച്ചു. പിന്നെ നിർത്തി. ഒരു കാര്യമില്ല, നമ്മുടെ സത്യസന്ധതയാണെങ്കിലും പുറത്ത് പറഞ്ഞിട്ടൊന്നും ആളുകൾക്ക് അത് വിശ്വസിക്കാൻ താല്പര്യമില്ല. അവർക്ക് നമ്മുടെ നെഗറ്റിവിറ്റി അത് കാണാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും. ഇപ്പോഴും എൻ്റെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോയോ ഒക്കെ വരുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമന്റ്സുകൾ വായിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച ഉറങ്ങാൻ പറ്റാത്തൊരു ഫീല് വരും. പക്ഷെ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും? ഒരു വീഡിയോയ്ക്ക് താഴെ ഞാൻ ചെന്ന് റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഹസ്ബൻഡിനെ ചീത്ത വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചേട്ടാ നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുറച്ച് ഫ്രസ്ട്രേഷൻ അതുകൊണ്ട് തീരുന്നുണ്ടെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറയില്ല, നിങ്ങൾ ഹാപ്പി ആയില്ലേ എന്ന് പറയില്ല. പക്ഷെ ഫാമിലിയിൽ വന്ന് പറയുമ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടാറില്ല. ഹസ്ബൻഡിനെ അല്ലെങ്കിൽ മോനിപ്പം ഇംഗ്ലീഷ് പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു റീസെൻ്റ്ലി കൊടുത്തൊരു ഇൻ്റർവ്യൂവിൻ്റെ താഴെ കുറേ ഇത് വന്നു. അത് ഞാനിങ്ങനെ ആലോചിച്ചു, സംസാരിക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട്. കാരണം അവനതൊരു ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്ന ഒരു സാധനമായിരുന്നു. ഇപ്പം ഞങ്ങൾ തലകുത്തി എന്ന് പറഞ്ഞ് മലയാളം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ പിക്ക് ചെയ്യും, അവൻ ഉറപ്പായിട്ടും മലയാളം പഠിക്കും. പക്ഷെ അതിന് വന്നിട്ട് എന്തൊക്കെ കമൻസ് ആയിരുന്നു എന്നറിയോ. പിന്നെ കൺട്രോൾ ചെയ്ത് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ സോഷ്യൽ മീഡിയനെ ഒന്ന് കൺട്രോൾ ചെയ്യണം? ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എത്ര പേരുടെ ലൈഫിലാണ് ആവശ്യമില്ലാതെ കയറിയിട്ട് ഈ പറയുന്ന, എത്ര പേർക്ക് മെന്റലി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഒന്നും നമുക്ക് അറിയാത്ത ഒരാളിനെ, ഒരു ഭംഗിയില്ലാത്ത ഒരു സ്ത്രീ ഒരു അറിയാത്ത രീതിയിൽ ഒരു പാട്ട് പാടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ തന്നെ ഒരു പുരുഷൻസ് ചെയ്തു. എന്തൊക്കെ കമന്റ്സ് അതിൻ്റെ താഴെ വന്നു. നമുക്ക് അവരെ അറിയോ? ചിലപ്പോൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരിക്കും, അത് പാവമായിരിക്കും. അവരൊക്കെ നമുക്കറിയാതെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്. ഇതൊന്നും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാടാവുന്ന ഫീലാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തൂടെ നമ്മൾ ഇടുന്ന കമന്റ് അനുസരിച്ച്. ഒരുപാട് ആക്ടേഴ്സ് ഒക്കെ ഇപ്പോ ഈ പോസ്റ്റ് ഇട്ടിട്ട് കമന്റ് സെക്ഷൻ ഓഫ് ആക്കി വെക്കും. നല്ല കാര്യമാണ്, പേടിച്ചിട്ടാണ്. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. എനിക്ക് തോന്നുന്നു സുരേഷ് ഏട്ടൻ ജയിച്ച സമയത്ത് ഒരു ഫോട്ടോയുടെ ഇത് ഓഫ് ആക്കി. അതെന്താ ഓഫ് ആക്കി വെച്ച്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഏട്ടനോടല്ല ആളുകൾക്ക് ദേഷ്യം, സുരേഷ് ഏട്ടൻ നിന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിയോടാണ് ദേഷ്യം. ആ പാർട്ടിക്ക് എതിരായിട്ട് വന്നിട്ടുള്ള വർത്തമാനങ്ങളായിരിക്കും അതിന്റെ താഴെ ഉണ്ടാവുക. ഞാൻ എന്തിനാ എന്റെ പേജിൽ അത് അലൗ ചെയ്യുന്നത്? ആ ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം ആക്ടേഴ്സ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നവ്യ ചേച്ചി അതുപോലെ അങ്ങനെ. അപ്പോൾ എല്ലാരും ഫോട്ടോ എടുത്തിട്ട് ഇവരൊക്കെ സംഘികളാണല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട്. ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. ശരിക്കും ഇതുവരെ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ്. ഒരു പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല.
ഞാൻ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളല്ല. എനിക്ക് പാർട്ടി ഇല്ല ആക്ച്വലി. ഞാൻ വ്യക്തികളെ നോക്കിയിട്ട് ഇത് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഇത്തവണ വോട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ തൃശ്ശൂരായതുകൊണ്ട് ഞാൻ വന്ന് സുരേഷ് ചേട്ടന് വോട്ട് ചെയ്യണമെന്ന് ഉറപ്പായിട്ടും വിചാരിച്ചു. പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല. ഒരു പേഴ്സണൽ കാര്യം വന്നിട്ട് ഞാൻ അവിടെ ബ്ലോക്ക് ആയിപ്പോയി. അല്ലെങ്കിൽ ഞാൻ വന്ന് ഫസ്റ്റ് വോട്ട് സുരേഷ് ചേട്ടന് ചെയ്യുമെന്ന് വിചാരിച്ചാണ്. അപ്പം എൻ്റെ സംഖ്യയാണെന്ന് പറയുകയാണെങ്കിൽ പറയട്ടെ, എന്താ ഇപ്പോൾ കുഴപ്പം? പാർട്ടി ബേസിലാണ് ആളെ ഭയങ്കര ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ആസ് എ ഒരു ആക്ടർ ആരും ഒന്നും പറയുന്നില്ല. അതിലെന്താ പറയാനുള്ളത്? കൃഷ്ണേന്ദു പറയുന്നവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി. പറയുന്ന വ്യക്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഗ്രാഫിൽ എന്തെങ്കിലും ഉയർച്ചയോ താഴ്ചയോ ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ സുരേഷ് ഏട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയട്ടെ. പിന്നെ സുരേഷ് ഏട്ടൻ തന്നെ പറഞ്ഞതുണ്ടല്ലേ, പുള്ളി 5 പൈസ കൊടുക്കണ്ട ഈ പറയുന്ന ഓൺലൈൻ പ്രൊമോഷന് വേണ്ടിയിട്ട്. പുള്ളി ഫുൾ ടൈം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാനും ഇങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും, ഇടയ്ക്കൊരു കോൺട്രവേഴ്സി അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഒരു സിനിമ ചെയ്യുന്നേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പം ആളുകൾക്ക് ജോലി ഒന്നുമില്ല, ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ജയിക്കാൻ പറ്റാത്ത വേറെ പല ഫ്രസ്ട്രേഷൻസ് ആണ് ഇവർ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ തീർത്തുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. പിന്നെ മതത്തിന്റെ പേരിൽ ഒരു മതം വന്നു കഴിഞ്ഞാൽ ആ മതത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ഇന്ന മതം, ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നമ്മുടെ ലൈഫ് നമ്മൾ ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ചൊന്ന് ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഫാമിലി ഫ്രണ്ട് ആണല്ലേ സുരേഷ് ഏട്ടൻ. ഇപ്പൊ നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഏട്ടൻ. എത്ര തിരക്കാണെങ്കിലും ചിലപ്പോൾ രാത്രി ആയിരിക്കും റിപ്ലൈ വന്ന് കിടപ്പുണ്ടാവുക. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും നമ്മൾ കാണുക. ആ ഒരു അതൊരു എന്താ പറയാ, ഒരു ഏട്ടനേക്കാൾ കൂടുതൽ നമുക്ക് എന്താ പറയാ, ഒരു വലിയച്ഛൻ എന്നൊക്കെ പറയുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും. തൃശ്ശൂർ അപ്പൊ ശരിക്കും സേഫ് ആണല്ലേ? ഞാൻ തൃശ്ശൂരാണ് കേട്ടോ. ആണോ? തൃശ്ശൂർ സേഫ് ആണ്. തൃശ്ശൂര് ഒരു ജയിച്ച 1 മാസത്തിനുള്ളിൽ എവിടെ എന്ന് ചോദിക്കരുത്. ടേക്ക് ടൈം. അതൊരു കുറച്ചായിട്ട് പുള്ളി അത് ചെയ്യേണ്ട ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും തൃശ്ശൂർ. അതെ. ഇനി ഒരു സെഗ്മെന്റിലേക്ക് പോവാം. സെഗ്മെന്റ് അല്ല, ഞാൻ കുറച്ച് ആക്ടേഴ്സിന്റെ പേര് പറയും. അപ്പോൾ അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ലെങ്കിൽ ഇപ്പോൾ അവർ അഭിനയിച്ച ആൾക്കാരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. അവരായിട്ടുള്ള ഒരു എന്തെങ്കിലും മെമ്മറീസോ അങ്ങനെ എന്ത് പറയാം, അവരുമായി റിലേറ്റ് ചെയ്ത എന്ത് വേണമെങ്കിലും പറയാട്ടോ. DQ. ഞാൻ കണ്ടിട്ടുള്ള ആക്ടേഴ്സിൽ ഏറ്റവും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. എൻ്റെ ലൈഫിൽ ഈ കോൺഫിഡൻസ് കുറവ് എന്നും ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഞാൻ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ ബാംഗ്ലൂർ ഡേയ്സ് റിലീസായിട്ട് സൂപ്പർ ഹിറ്റായിട്ട് നിൽക്കുന്ന സമയം. അപ്പം ഞാൻ ആദ്യമായിട്ട് ദുൽഖറിനെ കാണുന്നു. കണ്ട വഴിക്ക് എന്നോട് ചോദിച്ചു, ബാംഗ്ലൂർ ഡേയ്സ് കണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇല്ല എന്ന് പറഞ്ഞു. കണ്ടിട്ട് സംസാരിച്ചാൽ മതി എന്നോട് പറഞ്ഞു. അങ്ങനെ പുള്ളി ഫസ്റ്റ് പറഞ്ഞത്. ഞാൻ ഇത്രയും എന്താണ്, വെരി സിമ്പിൾ. ഏത് സിറ്റുവേഷനിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. താഴെ ഇരിക്കേണ്ടി വന്നാൽ താഴെ ഇരിക്കാൻ റെഡിയാണ്. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കാൻ തയ്യാറാണ്. എല്ലാത്തിനും വളരെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വളരെ നല്ലൊരു മനുഷ്യൻ. അതാണ് എനിക്ക് DQ. ഞാനിൽ അഭിനയിച്ചപ്പോഴൊക്കെ ഭയങ്കര കംഫർട്ടായിരുന്നു. ഒരു പെർസെൻറ്റേജ് പോലും നമുക്ക് എന്ന് പറയുന്നൊരു ഫീലില്ല. അയ്യോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തോന്നിയിട്ടില്ല. പറയുകയാണെങ്കിൽ ഒരുപാട് ഇൻറ്റിമസി സീൻസ് വരെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്ക്. അതിനകത്ത് ഒരു സീനിൽ പോലും നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്രയും നമ്മളെ കംഫർട്ട് ആക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പെർസെൻറ്റേജ് പോലും വേറൊരു രീതിയിൽ നമ്മളുടെ അടുത്ത് ഈവൻ ഒരു കൈ പിടിക്കുവാണെങ്കിൽ പോലും ആ പിടിക്കേണ്ട അളവ് എത്രയാണെന്ന് പുള്ളിക്ക് അറിയാമെന്ന് അറിയില്ല. അവിടെ നിൽക്കുന്ന ഒരാളാണ്. ചില ആൾക്കാർ നമ്മളിങ്ങനെ ചൊറിയാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഞെക്കുക ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടെന്ന് അറിയില്ലേ, അങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ